അതെ, ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന കറി വെക്കണ്ട കേട്ടോ. അതൊന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഒരു തായ് ഡിഷ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഡിഷ് എന്നൊക്കെ പറയാം. ഇന്ത്യക്ക് പുറത്തുള്ളൊരു കറിയാണ്. അത് വെച്ച് പേടിക്കണ്ട കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന കറിയേക്കാളും ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. 101% ടേസ്റ്റിയാണ്. കാരണം അവരും നമ്മുടെ കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മളാണ് ശരിക്കും കോക്കനട്ട് മിൽക്ക് അധികം ഉപയോഗിക്കാത്തത് കേട്ടോ. നമ്മൾ അൺഹെൽത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ, ശരിക്കും ഹെൽത്തിയാണ് കേട്ടോ. ഈ കോക്കനട്ട് മിൽക്കൊക്കെ ഡെയിലി നമ്മുടെ കറിയിലൊക്കെ നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പല പരസ്യ കമ്പനിക്കാർ ഇത് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, നിങ്ങൾ ഈ ഓയിൽ ഉപയോഗിക്കൂ, ആ ഓയിൽ ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിവാക്കി നമ്മൾ വേറെ സൺഫ്ലവർ ഓയിലും അങ്ങനത്തെ ഒരു ഓയിലിൻ്റെ പുറകെ പോട്ടോ. പക്ഷെ അതൊക്കെ അബദ്ധമാണ് കേട്ടോ. ശരിക്കും കോക്കനട്ട് ഓയിലും കോക്കനട്ട് മിൽക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര യമ്മി കറിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്